ഒരു കൊലപാതകം അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സംഭവം നടക്കുന്നത് 2013 നവംബർ 11-നാണ്. ഒരു വിജനമായ പാതയിൽ രാത്രി 12 മണിയോടുകൂടി ഒരു കാർ കത്തി. അതുവഴി വന്ന ഒരു ലോറി ഡ്രൈവറാണ് ഈ കാർ കത്തുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ അയാൾ അവിടെയുള്ള പോലീസിൻ്റെ നമ്പറിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി. ഒപ്പം ആംബുലൻസും ഫയർഫോഴ്സും എത്തി. ഒരു ആഡംബര കാറാണ് കത്തിയത്. പോലീസുകാർ പരിശോധന തുടങ്ങി. തല മുതൽ അരഭാഗം വരെ കത്തിയ ഒരാളുടെ മൃതദേഹമാണ് കാറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അയാളുടെ പേഴ്സ് മാത്രം കത്തിയിരുന്നില്ല. പേഴ്സിലെ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കിയപ്പോൾ പോലീസ് മരിച്ചയാൾ അനീഷ് എന്നു പേരുള്ള ഒരു ആളാണെന്ന് മനസ്സിലാക്കി. പരിശോധനയ്ക്കിടയിൽ കാറിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണും കണ്ടെത്തി. അതിനകത്ത് ഒരു അമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെയും ഫോട്ടോയും ഉണ്ടായിരുന്നു. ആദ്യം കണ്ട നമ്പറിൽ പോലീസ് വിളിച്ച് കാര്യങ്ങൾ തിരക്കി. മരിച്ചത് ഭോപ്പാലിലെ ഒരു വലിയ ബിസിനസ്സുകാരനായ ദിലീപ് എന്ന് പറയുന്ന ആളുടെ മകനാണ് എന്ന് മനസ്സിലാക്കി. പോലീസ് ഉടൻ തന്നെ ആ കുടുംബത്തെ വിവരം അറിയിച്ചു. ആശുപത്രിയിലെത്തിയ ഭാര്യയും കുടുംബക്കാരും കരഞ്ഞു ബഹളം വെച്ചു. പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചത് എന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊലപ്പെടുത്തിയതിന് ശേഷമാണ് കത്തിച്ചിരിക്കുന്നത് എന്നും പോലീസ് മനസ്സിലാക്കി. 2 പേരുടെ ഫിംഗർ പ്രിൻ്റ് കാറിനകത്തു നിന്നും കിട്ടിയിരുന്നു. അനീഷിൻ്റെ ബിസിനസ് രംഗത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും മരണവുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും തന്നെ കിട്ടിയില്ല. അന്വേഷണത്തിന് 5 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചു. അവർ ആദ്യം അന്വേഷിച്ചത് കുടുംബത്തിൽ തന്നെയാണ്. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. 6 മാസം മുമ്പേ അനീഷ് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. ഭാര്യയുടെ പേര് സപ്ന. ഭാര്യയ്ക്ക് 35 വയസ്സുണ്ട്. അക്കാര്യം അന്വേഷിച്ചപ്പോൾ ഭാര്യയുടെ വീട്ടിൽ തന്നെ അവർ ഒളിവിൽ കഴിയുന്നതായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഭാര്യയുമായി സംസാരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നു. എന്നാൽ ഭാര്യ പിണങ്ങിപ്പോയതിൻ്റെ കാര്യം പോലീസ് അന്വേഷിച്ചില്ല.